ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഹോസ്റ്റലിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആദ്യത്തെ എക്സാമാണ് BEdന് ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ നേരെ ഒന്ന് പഠിക്കാനിരുന്നതാണ് കേട്ടോ. ഫിലോസഫിയാണ് എക്സാം. അപ്പോൾ ഫിലോസഫീൻ്റെ എക്സാമാണ്, നമുക്ക് ക്ലാസ് ടെസ്റ്റ് പോലത്തെ എക്സാമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി പഠിക്കണം. സത്യം പറഞ്ഞാൽ BEdന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഫിലോസഫി വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടേ തോന്നുള്ളൂ. സൈക്കോളജിയാണ് കുറച്ചുകൂടി നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്നത്. അതായത് സൈക്കോളജി പഠിക്കാത്തവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ പഠിക്കാൻ പറ്റുന്നതാണ് സൈക്കോളജി. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ഫിലോസഫീൻ്റെ എക്സാമാണുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഏതാ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പോവാം. കുറേ ബോട്ടിലൊക്കെ ഉണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, വെള്ളം നിറച്ച് വയ്ക്കണം. അപ്പോൾ താഴെ പോകണം. നമ്മളെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറാട്ടോ നമ്മൾ. അപ്പോൾ താഴെ 2 ഫ്ലോർ ഇറങ്ങിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനെത്തി. ഫുഡ് കഴിക്കാൻ ഇന്ന് ചോറ്, രസം, അച്ചാർ, പപ്പടം, അങ്ങനെ വേറെ എന്തൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു. ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ കുത്തിരുന്ന് വിഴുങ്ങുന്ന കാഴ്ചകളാണിത്. അങ്ങനെ കുപ്പിയും വെള്ളമൊക്കെ നിറച്ച് നമ്മളെ റൂമിൽ പോയപ്പോൾ ഇതിൽ കാലി ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ആ റൂമിലെത്താനായിട്ടും അപ്പോൾ തൊട്ടപ്പുറത്ത് സ്കൂളാണ്. അപ്പം ആ സ്കൂളിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നതൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളിൻ്റെ കാഴ്ച. കണ്ടോ, കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇരുന്നല്ല, നടന്ന്. അത് ക്ഷേത്രമാണ്. ഇത് നമ്മുടെ റൂമാണ്. ഞാനും റൂമും ഹോസ്റ്റലും കണ്ട് മടുക്കുന്നുണ്ടാവില്ലേ. വെറൈറ്റി ആയിട്ട് എനിക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസങ്ങളൊക്കെ നിങ്ങളങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരും. പക്ഷേ ക്ലാസ്സിലല്ലോ, ക്ലാസ് ഉണ്ട്, പക്ഷേ നമുക്ക് ക്ലാസ്സില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കണം. കുറച്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്താലും ഇങ്ങനെ ഐഡിയ ഉണ്ട്, പക്ഷെ മാറ്റി തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പാടില്ല, നമുക്ക് എഴുതണം, പഠിക്കണം. BEd അയ്യോ, എന്തായാലും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അത്ര ഫ്ലോപ്പ് ആയിരിക്കില്ലേ ഡേ ഇൻ മൈ ലൈഫ്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടോ. ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മാത്രം ഇട്ടതിൽ. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ കുറച്ച് നോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള പരിപാടി നോക്കാം കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടോ. അപ്പം എല്ലാവരും ക്ലാസ് വിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഹോസ്റ്റലിൽ ലോ കോളേജിലെ പിള്ളേരുണ്ട് കേട്ടോ. അവരാണിതൊക്കെ. അവരൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചത് അയ്യോ അതൊക്കെ പറയണം. അവരെത്തി അത് അലക്കിയിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കുളിക്കാൻ പോയിട്ടോ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നു. കാണിക്കുന്നുണ്ടടി, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അയ്യോ, ഇതേ അടുത്ത മുഖം നിഴൽ. ഹലോ, മുഖം കാണിക്കാത്ത 2 പ്രതിഭകളാണ്. ഇതൊക്കെ കാണണം. 2 പേരും എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല, മുഖമൊന്നും കാണിക്കാൻ താല്പര്യമില്ല. നമ്മൾ അമ്പലത്തിൽ പോവാം. ഞാനല്ല, അവർ 2 പേരും അമ്പലത്തിൽ പോവാം കേട്ടോ. കാണാൻ പറ്റുന്നില്ല ക്ഷേത്രം. ദീപാരാധന തൊഴാൻ പോയതാട്ടോ. അപ്പം ഞാനിവിടെ നമ്മളെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണിത്. അപ്പോൾ ആ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുക, അവരെ കാത്തിരിക്കുക കേട്ടോ. അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്കൂളിൻ്റെ വരാന്തയത്. അങ്ങനെ വേറെ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു. ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോകാൻ കേട്ടോ. അപ്പോൾ കയറി വന്ന സമയത്ത് തന്നെ നമുക്ക് ഫുഡായിട്ടുണ്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചു വന്നിട്ട് രാത്രിയിലെ ഫുഡ് ഇവിടെ 7 മണിയാകുമ്പോൾ കൊടുക്കും. 7 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇപ്പം തന്നെ നല്ല ബോറടി ആയിട്ടുണ്ട്. വെറുതെ ബോറടി കൂട്ടണ്ടല്ലോ, തുമ്മുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസം. ഇപ്പോൾ ക്ലാസ് ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആവും ഉണ്ടാവുക. പിന്നെ ഇടയിൽ ക്ലാസ്സിൻ്റെ ഓരോ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫോണിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണം. അടുത്ത വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നോട്ട്സൊക്കെ ഏകദേശമൊക്കെ എഴുതി തീർന്നു കേട്ടോ.
അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇതാണിപ്പോൾ ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ ഒരു ഡെയിലി ലൈഫ് ഇതാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമല്ലേ. ഇപ്പം ഞാൻ ഉറങ്ങുന്നൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തോളാം. ഓക്കെ, എല്ലാം ചെയ്യണേ. ഓക്കെ, ബായ്. ശരി.